ഒരു പ്രോബ്ലം ചെയ്യാന്നല്ലേ പറഞ്ഞേ. നോക്കിക്കോ, വായുവില് 0.45 കിലോഗ്രാം വെയിറ്റ് ഭാരമുള്ള വസ്തു ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ഉള്ള ഭാരം 0.31 കിലോഗ്രാം വെയിറ്റ് ആണ് എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവ കണ്ടെത്തുക എന്നാണ്. ഓക്കെ, ഭാരനഷ്ടം എങ്ങനെ കണ്ടുപിടിക്കാം? വായുവിലെ ഭാരം കുറക്കണം, ജലത്തിലെ ഭാരം ചെയ്താൽ മതിയല്ലോ. 0.45 കുറക്കണം 0.31, അപ്പൊ എന്താവും? 45 31 കുറച്ചാൽ എത്ര അറിയാലോ, 14 അല്ലേ. പക്ഷെ ഇവിടെ രണ്ട് സംഖ്യയിൽ പോയിന്റ് കൊടുക്കണമല്ലോ, അപ്പൊ 0.14 കിലോഗ്രാം വെയിറ്റ്. ഓക്കെ, ഇതിനാ ന്യൂട്ടൺ എന്ന യൂണിറ്റിലേക്ക് മാറ്റണമെങ്കിൽ ഈ കിലോഗ്രാം വെയിറ്റിൽ എത്രയാണോ കിട്ടുന്നത് ആ ഒരു സംഖ്യേനെ 9.8 കൊണ്ട് ഗുണിക്കണം. എത്രയാണ്? 9.8 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ന്യൂട്ടൺ എന്ന യൂണിറ്റ് കിട്ടും. അപ്പൊ എത്ര ഗുണിച്ച് നോക്കിയാൽ എത്ര കിട്ടും? 1.372 കിട്ടും. ഇത് ഗുണിക്കൽ എങ്ങനെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ 14 ഈ 14 ഗുണിക്കണം 98 ചെയ്ത് നോക്ക്. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 1372 കിട്ടും. പക്ഷെ ഇവിടെ രണ്ട് സംഖ്യ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇല്ലേ, ഇവിടെ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ടോട്ടല് രണ്ടും ഈ രണ്ടും ഈ ഒരു ഒന്നും, അപ്പൊ എത്ര? ടോട്ടൽ 3 സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 1.372 ന്യൂട്ടൺ. അതേ യൂണിറ്റ് ഈ ഭാരനഷ്ടം തന്നെയാണ് പ്ലവക്ഷ ബലം എന്നല്ലേ പഠിച്ചത്, അപ്പൊ അത് തന്നെ ഇവിടെ വരും 1.372. ഓക്കെ, അപ്പൊ ആദേശ ജലത്തിന്റെ ഭാരം എന്താണ്? 1.372. ഒരേ ഉത്തരമല്ലേ? ഓക്കെ, എന്ന് നോക്കിക്കോ, ആപേക്ഷിക സാന്ദ്രത വെച്ചാല് ഇതാണ്. ആപേക്ഷിക സാന്ദ്രത ഈസ് ഈക്വൽ ടു പദാർത്ഥത്തിന്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത ആണ്. ഈ ജലത്തിന്റെ സാന്ദ്രത പറഞ്ഞാൽ എപ്പോഴും എന്തിന്റെ ആപേക്ഷിക സാന്ദ്രത കാണാൻ പറഞ്ഞാലും ഈ അടിയിൽ ജലത്തിന്റെ സാന്ദ്രത എന്ന വാക്കിന് വരും. അത് എത്രയാണ്? അത് 1000 ആണ് കേട്ടോ. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ജലത്തിന്റെ സാന്ദ്രത. പിന്നെ മുകളിലുള്ളത് മാത്രം മാറുള്ളൂ, പദാർത്ഥത്തിന്റെ സാന്ദ്രതയാ മാറല്. അതിപ്പോ വെളിച്ചെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത ചോദിച്ചെങ്കിൽ മുകളിൽ വെളിച്ചെണ്ണയുടെ സാന്ദ്രത വരും, ഹരിക്കണം അടിയിൽ ജലത്തിന്റെ സാന്ദ്രത തന്നെയാണ്. നോക്കിക്കോ, ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങൾക്ക് ഉദാഹരണം ഗ്ലിസറിൻ, പിന്നെ പൂരിത ഉപ്പു ലായനി. പിന്നെയോ ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞത് മണ്ണെണ്ണ, പിന്നെ വെളിച്ചെണ്ണ. ഓക്കെ, ആ എണ്ണകൾ ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞത്. എന്ന് നോക്കിക്കോ, ജലത്തിന്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും മണ്ണെണ്ണയുടെ 810 ആയാൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എങ്ങനെ കാണാം? ഇക്വേഷൻ എഴുതി വെക്കാം. മണ്ണെണ്ണയുടെ സാന്ദ്രത ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത. മണ്ണെണ്ണയുടെ സാന്ദ്രത അറിയാലോ, 810 ഹരിക്കണം ജലത്തിന്റെ സാന്ദ്രത 1000 എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താ? അത് ഹരിച്ചു കഴിഞ്ഞാൽ മതി. 810 ഹരിക്കണം 1000 എന്നല്ലേ. അപ്പൊ ഇവിടെ കണ്ടോ, 810 തന്നെയാണ് എടുത്തത്. ഓക്കെ, എന്നിട്ട് അടിയിൽ 3 പൂജ്യം അല്ലേ, അതുകൊണ്ട് ഇവിടെ 3 സംഖ്യ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടും. ഓക്കെ, അപ്പൊ അത്രയും 0.810 എഴുതി. ഓക്കെ, അതാണ്. യൂണിറ്റ് ഇല്ല കേട്ടാ, ആപേക്ഷിക സാന്ദ്രതക്ക് യൂണിറ്റ് ഇല്ല. സാന്ദ്രതക്ക് ഉണ്ട്, പക്ഷെ ആപേക്ഷിക സാന്ദ്രതക്ക് യൂണിറ്റ് ഇല്ല. ഇത് കണക്ക് ചെമ്പിന്റെ കണ്ടൂടെ, ചെമ്പിന്റെ സാന്ദ്രത 8900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ആപേക്ഷിക സാന്ദ്രത ആണെങ്കിൽ 8900 ഹരിക്കണം അടിയിൽ എന്താണ്? ജലത്തിന്റെ സാന്ദ്രത അല്ലേ, അത് 1000 തന്നെയല്ലേ. അപ്പൊ 8900 എഴുതി അടിയിൽ 3 പൂജ്യം അല്ലേ, അപ്പൊ 3 സംഖ്യ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി. 8.900 അല്ലെ 8.9 എഴുതിയാൽ മതി. ഇനി ഹൈഡ്രോമീറ്റർ പറഞ്ഞാൽ അത് പ്ലവന തത്വപ്രകാരം പ്രവർത്തിക്കുന്ന ഉപകരണമാണ്. എന്താണ്? പ്ലവന തത്വപ്രകാരം പ്രവർത്തിക്കുന്ന ഉപകരണത്തിന് ഉദാഹരണമാണ് ഹൈഡ്രോമീറ്റർ. ഇത് എന്തിനുപയോഗിക്കുന്ന? ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ജലത്തിൽ താഴ്ത്തിയാൽ കാണിക്കുന്ന അങ്കലം 1 ആയിരിക്കും കേട്ടോ. 1 എന്നാണ് കാണിക്കല് ഹൈഡ്രോമീറ്റർ ജലത്തിൽ താഴ്ത്തിയാൽ. ഹൈഡ്രോമീറ്ററിന്റെ ചിത്രം കണ്ടോ, ഹൈഡ്രോമീറ്ററിൽ ആപേക്ഷിക സാന്ദ്രത വിലകൾ രേഖപ്പെടുത്തിയത് താഴേക്ക് പോകുന്തോറും കൂടി വരുന്ന രീതിയിലാണ് കൊടുത്തില്ല. കണ്ടോ, മേലെ 0.5, താഴെ എത്തുമ്പോൾ 1 ആയി അല്ലെ. 0.5 എന്നാൽ അര എന്നല്ലേ അർത്ഥം, ഹാഫ് എന്നല്ലേ അർത്ഥം. അത്രയും 1 ആയി. താഴോട്ട് വരുന്തോറും കൂടി വരാൻ ചെയ്തു. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അല്ലെ പാലിൽ വെള്ളം കലർന്നിട്ടുണ്ടോ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു ഹൈഡ്രോമീറ്റർ തന്നെയാണ് കേട്ടോ. ഓക്കെ, പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ശുദ്ധമായ പാലിലും ജലം ചേർത്ത പാലിലും ഒരേപോലെ ആയിരിക്കും റീഡിങ്? അല്ല, വെള്ളം ചേർത്ത പാല് പറഞ്ഞാല് അതിന്റെ ആപേക്ഷിക സാന്ദ്രത കുറവായിരിക്കും. അതേപോലെ ശുദ്ധമായ പാലിലാണോ കൊഴുപ്പ് മാറ്റിയ പാലിലാണോ ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴുന്നത്? അത് കൊഴുപ്പ് മാറ്റിയ പാലിലായിരിക്കും. കൊഴുപ്പ് മാറ്റിയ പാലിന് സാന്ദ്രതയും അതിന്റെ ആപേക്ഷിക സാന്ദ്രതയും കുറവായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ലാക്ടോമീറ്റർ കൂടുതലായിട്ട് താഴുന്നത് കൊഴുപ്പ് മാറ്റിയ പാലിലാണ്. അടുത്തത് മറ്റേ പാഠം നോക്കാം. ഏതാണ്? പ്രവൃത്തിയും ഊർജ്ജവും എന്ന പാഠം നോക്കാം. ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത് പ്രവൃത്തി ചെയ്തു എന്ന് എപ്പോഴാണ് പറയുന്നത് ചോദിക്കുന്നത്. ആ പ്രവൃത്തി ചെയ്തതായിട്ട് എപ്പോൾ പറയുന്ന പറഞ്ഞാല് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും എന്താണ്, ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതേ ദിശയിൽ അതുമൂലം വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്താൽ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാം. എന്താണ്? ഒരു വസ്തുവിൽ ഒരു ചിത്രം കണ്ടോ,
ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും ഈ ട്രോളിയിൽ ഈ ദിശയിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം അതേ ദിശയിൽ ആ വസ്തു ചലിക്കുകയും ചെയ്താൽ, വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാവുകയും ചെയ്താൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം എന്നാ പറഞ്ഞു. പ്രവൃത്തി പറഞ്ഞാൽ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്താൽ ആ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. തലയിൽ ചുമടുമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് അയച്ചോ. അപ്പൊ അയാൾ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ്. കാരണം ഈ ചുമടിന് സ്ഥാനാന്തരം ഒന്നും ഉണ്ടാവുന്നില്ലല്ലോ. ഓക്കെ, എങ്ങനെയുണ്ടോ പ്രവൃത്തിയുടെ അളവ് എങ്ങനെ കണക്കാക്കാന്ന് ചോദിക്കുന്നത്. പ്രവൃത്തി പറഞ്ഞാൽ ബലം ഗുണിക്കണം ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരമാണ്. എന്താണ്, എങ്ങനെ കണക്കാക്കാം? പ്രയോഗിച്ച ബലത്തിന്റെയും വസ്തുവിന് ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിന്റെയും ഗുണനഫലമായിരിക്കും പ്രവൃത്തിയുടെ അളവ്. ഓക്കെ, അത് നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ്? ബലവും സ്ഥാനാന്തരവും. പ്രവൃത്തി കണക്കാക്കുന്നത് തന്നെ ഇവ തമ്മിൽ ഗുണിച്ചിട്ടാണ്. പ്രയോഗിച്ച ബലത്തിന്റെയും വസ്തുവിന്റെ ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിന്റെയും ഗുണനഫലമായിരിക്കും പ്രവൃത്തിയുടെ അളവ്. പ്രവൃത്തി ഈസ് ഈക്വൽ ടു ബലം ഗുണിക്കണം സ്ഥാനാന്തരം, അല്ലെങ്കിൽ W ഈസ് ഈക്വൽ ടു FS എന്ന് എഴുതാം. F പറഞ്ഞ ഫോഴ്സ് അല്ലെങ്കിൽ ബലം, S പറഞ്ഞ സ്ഥാനാന്തരം. ഓക്കെ, പ്രവൃത്തിയുടെ യൂണിറ്റ് പറഞ്ഞാൽ അത് ജൂൾ ആണ് കേട്ടോ. ന്യൂട്ടൺ മീറ്റർ അഥവാ ജൂൾ എന്ന് വരും. ജൂൾ ഉണ്ടോ? ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ എന്ന് പറയും. ജൂൾ എന്ന് പറഞ്ഞാൽ മതി. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. SI യൂണിറ്റ് ജൂൾ. ഇത് നോക്കിക്കോ, സിമ്പിൾ ഇക്വേഷൻ ആണ്. നിങ്ങൾക്കൊരു ബലവും ആ ദിശയിൽ ഇത്ര സ്ഥാനാന്തരം ഉണ്ട് കിട്ടിയാൽ അവ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ പ്രവൃത്തി കിട്ടി. ഓക്കെ, ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ട് എത്ര പ്രവൃത്തി നടന്നു എന്ന് അറിയണമെങ്കിൽ അതിന് വേണ്ടിട്ടൊരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ടൊരു പ്രവൃത്തി ചെയ്താൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ mgh എന്നാണ്. ഓക്കെ, അതായത് ഒരു വസ്തുവിനെ എടുത്തുയർത്തുമ്പോഴുള്ള പ്രവൃത്തിയോ മറ്റോ ആണ് ചോദിക്കുന്നത് വിചാരിച്ചു. അപ്പൊ mgh എന്ന ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ m വെച്ചാൽ എന്താണ്? m എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ മാസ്. m എന്ന് വെച്ചാൽ വസ്തുവിന്റെ മാസ് ആണ്. g എന്ന് പറഞ്ഞാൽ എത്ര? 10 ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ 9.8 ആയിട്ട് എടുക്കുക. h പറഞ്ഞാൽ എത്ര ഉയരത്തേക്കാണ് ഉയർത്തുന്നത് എന്നാണ്. ഓക്കെ, നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നത് ഈ ഒരു ദിശയിലാണെന്ന് ചോദിച്ചോ, പക്ഷെ വസ്തു ചലിക്കുന്നതിന് ഓപ്പോസിറ്റ് ദിശയിലാണെന്ന് ചോദിച്ചോ, അതാണ് നെഗറ്റീവ് പ്രവൃത്തി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബലം നെഗറ്റീവ് പ്രവൃത്തി ചെയ്തു എന്ന് അറിയാം. ഇപ്പൊ ഈ കുട്ടി ഈ ബോക്സിനെ ഈ ഒരു ദിശയിൽ പിടിച്ചു വലിക്കുമ്പോൾ ഇതിനടിയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലമുണ്ട്. അത് ഇതിന് ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും. അപ്പൊ ഈ ഘർഷണ ബലം ഇവിടെ ചെയ്ത പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തി ആയിട്ട് പറയാം. ഓക്കെ, ഘർഷണ ബലം എന്ന് പറഞ്ഞാലും എപ്പോഴും ഒരു വസ്തു ആ ദിശയിൽ ചലിക്കുന്നുണ്ടെങ്കിൽ ഘർഷണ ബലം അതിന് ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാവുന്നെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി പോസിറ്റീവ് ആണ്. എന്നാൽ ബലത്തിന്റെ എതിർ ദിശയിലാണ് സ്ഥാനാന്തരമെങ്കിൽ അത് നെഗറ്റീവ് പ്രവൃത്തി. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ കല്ല് മുകളിലേക്ക് പോന്ന് ആ സമയത്ത് ഭൂഗുരുത്വാകർഷണ ബലം താഴേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇതേ ഒരു ഐഡിയ ആണ് കേട്ടോ. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിച്ച ബലം പോസിറ്റീവ് പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ മുകളിലേക്കാണ് ബലം പ്രയോഗിച്ച് അതേ ദിശയിലാണ് കല്ല് പോകുന്നത്. ഓക്കെ, പിന്നെ ക്രെയിൻ ഉയർത്തുന്നതും അതേപോലെയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവാണ്. കാരണം ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്കാണ് വസ്തു ഉയർത്തുന്നത്, ഭൂഗുരുത്വാകർഷണ ബലം താഴേക്കാണ്. തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലവും താഴേക്കാണ്, അതുകൊണ്ട് പോസിറ്റീവ് പ്രവൃത്തി. ഓക്കെ, ഇപ്പൊ പറഞ്ഞല്ലോ W=FS, ബലം ഗുണിക്കണം സ്ഥാനാന്തരം പറഞ്ഞല്ലോ. ഇവിടെ കൊണ്ടോ ബലം 95 ന്യൂട്ടനാണ് തന്നിട്ടുണ്ടെങ്കിൽ സ്ഥാനാന്തരം 16 മീറ്റർ ആണ് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ വസ്തു നീങ്ങിയ ദൂരം, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ചോദ്യത്തിലുണ്ടാവും. അവ തമ്മിൽ ഗുണിച്ചിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അതിന്റെ പ്രവൃത്തി കിട്ടി. ജൂൾ എന്ന യൂണിറ്റും കൂടെ എഴുതി വെക്കണം. പിന്നെ കണ്ടോ ഊർജ്ജരൂപങ്ങൾ, വിവിധ ഊർജ്ജരൂപങ്ങൾ എന്ന വൈദ്യുതോർജ്ജം ഉണ്ട്, യാന്ത്രികോർജ്ജം പറയാം, താപോർജ്ജം പറയാം, പ്രകാശോർജ്ജം പറയാം. എന്താണ് ഊർജ്ജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. എളുപ്പമല്ലേ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്, അതാണ് ഊർജ്ജം. ഊർജ്ജത്തിന്റെ യൂണിറ്റ് ജൂൾ തന്നെ കേട്ടാ, അതേ യൂണിറ്റ്. കണ്ടോ യാന്ത്രികോർജ്ജം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അതിന് ഉത്തരാണ് വസ്തുക്കൾക്ക് ചലനം മൂലമോ, അല്ലെ, ഒരു കാർ ഓടുന്നുണ്ട്, അപ്പൊ അതുപോലെയുള്ള ചലനം മൂലമോ അല്ലെങ്കിൽ സ്ഥാനം മൂലമോ, ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബോൾ ഉണ്ട്, അപ്പൊ ഇത് സ്ഥാനം മൂലം എന്ന് പറയാം. ഓക്കെ, ഇതിന് മുകളിലുള്ള ഈ സ്ഥാനം, ഞാൻ സ്ഥാനം മൂലമോ അതല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലമോ, കോൺഫിഗറേഷൻ അതിന്റെ പ്രത്യേകമായ ക്രമീകരണം അല്ലെങ്കിൽ വിന്യാസം. കണ്ടോ പ്രത്യേക രീതിയിൽ ഇവിടെ അമ്പും വില്ലും ക്രമീകരിച്ചിട്ടുണ്ടോ. അപ്പൊ എന്തൊക്കെയാണ്? ചലനം മൂലമോ, ഇതുപോലെ ചലനം മൂലമോ, അല്ലെങ്കിൽ ഉയരത്തിലുള്ള വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ, അതല്ലെങ്കിൽ ഇതിന്റെ കോൺഫിഗറേഷൻ മൂലമോ, ആ ക്രമീകരണം മൂലമോ ഉള്ള ഊർജ്ജമാണ് യാന്ത്രികോർജ്ജം.
യാന്ത്രികോർജ്ജം രണ്ട് തരത്തിൽ, ഒന്ന് സ്ഥിതികോർജ്ജം, രണ്ട് ഗതികോർജ്ജം. സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും. സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ഥാനം മൂലം എന്ന് പറഞ്ഞിട്ട്, ഈ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ ഇതുപോലുള്ള കോൺഫിഗറേഷൻ മൂലമോ ഉള്ള ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ചലനം മൂലമുള്ള ഊർജ്ജമാണ് ഗതികോർജ്ജം. അല്ലെ, ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ ചലനം മൂലമുള്ള ഊർജ്ജം. സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എക്സാമ്പിൾ, സ്ഥാനം മൂലവും അല്ലെങ്കിൽ കോൺഫിഗറേഷൻ മൂലവും. ഇനി ഇത് നോക്കി, ചിത്രം നോക്കിയേ. അമർന്നിരിക്കുന്ന സ്പ്രിങ്ങിലുള്ള ഊർജ്ജം സവിശേഷമായ ക്രമീകരണമല്ലേ, കോൺഫിഗറേഷൻ മൂലമല്ലേ. അപ്പൊ എന്താണ് സ്ഥിതികോർജ്ജം. ഇവിടെ ടാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ജലത്തിന്റെ ഊർജ്ജം ഇതിന്റെ സ്ഥാനമല്ലേ. അപ്പൊ എന്താണ് സ്ഥാനം മൂലമുള്ള ഊർജ്ജം, എന്താണ് സ്ഥിതികോർജ്ജം. ഓക്കെ, ഇവിടെയോ, ഇവിടെയും ഈ പോൾ വാൾട്ടിൽ ഇതിങ്ങനെ പ്രത്യേകമായി ഇതിലെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സ്ഥിതികോർജ്ജം എന്താണ്, കോൺഫിഗറേഷൻ മൂലമുള്ളത്. തെങ്ങിന് മുകളിലുള്ള തേങ്ങയുടെ ഊർജ്ജം അത് സ്ഥാനം മൂലമുള്ള ഊർജ്ജമാണ്. അപ്പൊ അത് എന്താണ്, സ്ഥാനം മൂലമുള്ള ഊർജ്ജം. ഓക്കെ, ഇവിടെയൊക്കെ സ്ഥിതികോർജ്ജത്തിന്റെ ഉദാഹരണങ്ങളാണ്. രണ്ടു തരം സ്ഥിതികോർജ്ജം പറഞ്ഞല്ലോ. സ്ഥാനം മൂലമുള്ളതാണ് ഈ ഒന്നാമത്തെ മൂന്നാമത്തെ ചിത്രം. ഇതിന്റെ പ്രത്യേകമായ ക്രമീകരണം അല്ലെ കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജമാണ് രണ്ടാമത്തെയും നാലാമത്തെയും ചിത്രം. ഓക്കെ, സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞാൽ അത് നേരത്തെ കണ്ട അതേ ഇക്വേഷൻ ആണ്, mgh. നേരത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, mgh. അതേ ഇക്വേഷൻ ആണ് സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിന്റെ ഇക്വേഷൻ. m മാസ് കിട്ടിയാൽ അത് ഗുണിക്കണം 9.8 അല്ലെങ്കിൽ 10,000 എടുത്തോ, 10 ഗുണിക്കണം h ഉയരം തന്നിട്ടുണ്ടാവും, ആ ഉയരം അത് 3 ഗുണിച്ചു കഴിഞ്ഞാൽ സ്ഥിതികോർജ്ജമായി. ഓക്കെ, ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ ചലനം മൂലമുള്ള ഊർജ്ജ എന്ന് പറഞ്ഞു. ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ട് ഘടകങ്ങളാണ്. ഒന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ മാസ് കൂടുമ്പോൾ ഗതികോർജ്ജം കൂടും. രണ്ട് പറഞ്ഞാൽ പ്രവേഗം കൂടുമ്പോഴും ഗതികോർജ്ജം കൂടും. ഓക്കെ, ഗതികോർജ്ജത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഇനി കണ്ടോ, ഗതികോർജ്ജം കണക്കാക്കുന്ന ഇക്വേഷൻ, നമ്മൾ സ്ഥിതികോർജ്ജം കണക്കാക്കുന്ന ഇക്വേഷൻ mgh പറഞ്ഞില്ലേ. ഗതികോർജ്ജം കണക്കാക്കുന്ന ഇക്വേഷൻ ½ mv² ആണ്. അതായത് ഈ k അല്ലെങ്കിൽ ഗതികോർജ്ജം എന്ന് പറഞ്ഞാൽ അര ഗുണിക്കണം 1/2 ഗുണിക്കണം മാസ് തന്നിട്ടുണ്ടാവും ചിലപ്പോൾ, അങ്ങനെയാണ് അത് ആ മാസ് ഗുണിക്കണം v പ്രവേഗം തന്നിട്ടുണ്ടാവും, അതിന്റെ സ്ക്വയർ. ഓക്കെ, അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അത് ഗുണിക്കണം മാസ്. ഓക്കെ, ഇതിങ്ങനെ ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കണം. ഹാഫ് പറഞ്ഞാൽ അതിന്റെ പകുതി എടുക്കണം എന്നാണ് അർത്ഥം. ഓക്കെ, യാന്ത്രികോർജ്ജം രണ്ട് തരത്തിലുണ്ട് പറഞ്ഞു, സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും. ഗതികോർജ്ജത്തിന്റെ ഇക്വേഷൻ ½ mv². സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജത്തിന്റെ ഇക്വേഷൻ mgh. വേറൊരു സ്ഥിതികോർജ്ജം കൂടി ഉണ്ട്, അത് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ക്രമീകരണം, വിന്യാസം മൂലമുള്ള സ്ഥിതികോർജ്ജമാണ്. പിന്നെ ഊർജ്ജ പരിവർത്തനത്തിന് ഉദാഹരണങ്ങൾ കൂടി പഠിക്കണം. വൈദ്യുത മോട്ടോർ എന്ന് പറഞ്ഞാൽ വൈദ്യുതോർജ്ജത്തിനെ അതെന്താക്കുന്നത്, യാന്ത്രികോർജ്ജമാക്കുന്നു അല്ലെ. മോട്ടോർ കറങ്ങിയിട്ട് ആ വെള്ളം ഒഴുകുന്നു പൈപ്പിലെ കൂടി, ഒരു യാന്ത്രികോർജ്ജം അല്ലേ, ചലനം മൂലമുള്ള ഊർജ്ജമാണല്ലോ. വൈദ്യുത മോട്ടോർ എന്നാൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കുന്നു. പെട്രോൾ കാറുകൾ എന്ന് പറഞ്ഞാൽ രാസോർജ്ജത്തിനെ ഗതികോർജ്ജമാക്കുന്നു അല്ലെങ്കിൽ രാസോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കുന്നു എന്ന് എഴുതിയാലും മതി. ഓക്കെ, ജനറേറ്റർ ആണെങ്കിൽ ജനറേറ്റർ ആ റോട്ടർ ഇങ്ങനെ കറങ്ങുമ്പോൾ അതെന്താവും, വൈദ്യുതോർജ്ജം ഉണ്ടാക്കുന്നു. അപ്പൊ എന്താ പറയാ, ജനറേറ്ററുകൾ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു അല്ലെ. വൈദ്യുതി ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് ജനറേറ്റർ. പിന്നെ ഒരു ബൾബ് ആണെങ്കിലോ ആ ബൾബ് വൈദ്യുതോർജ്ജത്തിന് എന്താക്കുന്നു, പ്രകാശോർജ്ജാക്കുന്നു. റേഡിയോ ആണെങ്കിലോ വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് റേഡിയോ എന്താക്കുന്നത്, സൗണ്ട് ആക്കുന്നു അല്ലെങ്കിൽ അല്ലെ. സൗണ്ട് ആക്കുന്നു പറഞ്ഞാൽ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. ഒരു കാര്യം കൂടെ പഠിക്കുക ഇതിൽ. ഓക്കെ, ഇതുവരെ ക്വസ്റ്റ്യൻ വരുമോ എന്നറിയില്ല, നിങ്ങൾ ഇത്ര വരെ എന്തായാലും പഠിച്ചു വെക്കുക. ഇതും കൂടെ പഠിച്ചേക്കാം, ഊർജ്ജ സംരക്ഷണ നിയമം. ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എളുപ്പമല്ലേ, നിർമ്മിക്കാനോ കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. പക്ഷെ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തിന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർജ്ജ നഷ്ടമോ ലാഭമോ ഉണ്ടായിക്കൂടാ. അത് ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തിന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. ആ സമയത്ത് എക്സ്ട്രാ ഊർജ്ജം ഒന്നുകൂടാ, അതിൽ നിന്ന് ഊർജ്ജം കുറയുകയും ചെയ്തുകൂടാ, പക്ഷെ അതേപോലെ മാറ്റാം. ഓക്കെ, മനസ്സിലായി. എന്താണ്, ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, എന്നാൽ ഒരു രൂപത്തിലുള്ള ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റ് ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും എന്നതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്. താങ്ക് യു.